എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 22 പാർട്സും 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസുമാണുള്ളത്. പക്ഷേ ഇന്ന് അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. 25 പാർട്സായി മാറിയിട്ടുണ്ട്. 470 ആർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ 12 ഷെഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഓരോ പാർട്സും, ഓരോ ആർട്ടിക്കിൾസും, ഓരോ ഷെഡ്യൂൾസും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ആണ്. അതിൽ 4 ആർട്ടിക്കിൾസാണുള്ളത്. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. അതിനു മുമ്പ് പാർട്ട് 1ലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ബുള്ളിൻ്റെ പടമാണ്, ഒരു കാലയുടെ ചിത്രം. ഈ ബുൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് BC 2600 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിലാണ്. അതായത് ഏകദേശം 4000 വർഷം മുമ്പ് അപ്പുറത്തേക്കുള്ള ഒരു ഭാരതത്തിലേക്കാണ്, അല്ലെങ്കിൽ ലോകത്തേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അന്ന് സിന്ധു നദിയുടെ തീരത്ത് വികസിച്ചിരുന്ന ഒരു അർബൻ, ഒരു നാഗരിക സംസ്കാരം ഉണ്ടായിരുന്നു. നമ്മൾ ഹാരപ്പൻ സംസ്കാരം എന്നൊക്കെ അതിനെ വിളിക്കും. അത് ഇന്നത്തെ പാകിസ്ഥാനിലെ മോഹൻജൊദാരോയിലും ഹാരപ്പയിലും, അതുപോലെ അഫ്ഗാനിസ്ഥാനിലും, അതുപോലെ ഇന്ത്യയിലൊക്കെ വ്യാപിച്ച് കിടന്നിരുന്നു എന്ന് നമുക്ക് എക്സ്കവേഷൻ നടത്തിയപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ്, ഒരു സീലാണ് ഒരു ബുള്ള്, ഒരു കാളയുടെ ഒരു സീല്. അപ്പോൾ ഇത് അതിമനോഹരമായി ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ അതിമനോഹരമായ ഭരണഘടന ഒന്നാണ്. അതിന് കാരണം പ്രേം ബിഹാരി നരേന്ദ്ര രസായുടെ മനോഹരമായ കയ്യെഴുത്ത് പ്രതിയും നന്ദലാൽ ബോസിൻ്റെയും ശാന്തിനികേതനിലെ മറ്റ് ശിഷ്യന്മാരുടെയും മനോഹരമായ ആർട്ട് വർക്കുമാണ് ഇന്ത്യൻ ഭരണഘടന അതിമനോഹരമാക്കി തീർത്തത്. ഏതായാലും ഈ ബുള്ളിൻ്റെ ചിത്രം നമ്മെ കൊണ്ടുവന്നത്, ഞാൻ പറഞ്ഞു, അതിപുരാതന കാലത്തെ ഒരു സംസ്കാരത്തേക്കാണ്. ഭാരതം എന്ന് പറയുന്നത് എത്രയോ കാലം മുമ്പ് തന്നെ ഒരു സമ്പന്നമായ ജനത ഇവിടെ ജീവിച്ചിരുന്നെന്ന് തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കാലത്തുണ്ടായിരുന്ന മറ്റ് സംസ്കാരങ്ങളാണ് മെസൊപ്പൊട്ടേമിയ സംസ്കാരം. യൂഫ്രട്ടീസ് നദി, ടൈഗ്രിസ് നദി തീരത്ത് ആധുനിക ഇറാഖിൽ ആണ് അത് വളർന്നു, അതിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്ന സംസ്കാരം. അതുപോലെ നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ സംസ്കാരം എന്നറിയപ്പെടുന്ന മറ്റു സംസ്കാരം. അതുപോലെ തന്നെ നമുക്കറിയാം, ഹൊയാങ്ങു നദിയുടെ തീരത്ത് വളർന്നു വന്ന ചൈനീസ് സംസ്കാരം. ഹൊയാങ് അറിയപ്പെടുന്നത് തന്നെ ചൈനയുടെ ദുഃഖം എന്നാണ്, ആ ഒരു സംസ്കാരം. ഇങ്ങനെയുള്ള വിവിധങ്ങളായ സംസ്കാരങ്ങൾ അതിപുരാതന കാലം ലോകത്തുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിന്ധു നദീയുടെ സംസ്കാരവും ലോകത്ത് അത് ഉണ്ടായിരുന്നു നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബുൾ എന്ന ചിത്രം നമ്മൾ ഈ ബുള്ള് നിൽക്കുന്നത് വളരെ കാമായിട്ടാണ്. പക്ഷെ അത് കാണിക്കുന്നത് വളരെ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും വയലൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല, അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതേസമയം നമ്മൾ അതിശക്തമാണ് എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണ് പാർട്ട് 1ൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ത്യ തുടങ്ങിയത് 1950-ലല്ല, ഇന്ത്യ ഉണ്ടായത് 1950-കളിലല്ല. അത് അതിപുരാതന കാലം മുതൽ തന്നെ ഇവിടെ ഉണ്ട്. 4000 വർഷം മുമ്പ് തന്നെ ഭാരതം ഉണ്ട്. അതിൻ്റെ ഒരു സിവിലൈസേഷണൽ കണ്ടിന്യൂറ്റി, സാംസ്കാരികമായ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഒരു കണ്ടിന്യൂറ്റി, ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്ന ഈ ബുൾ. അപ്പോൾ ബുള്ള് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത് ഭാരതത്തിൻ്റെ അതിപുരാതനമായ സമ്പന്നമായ സംസ്കാരത്തിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും.